ഓം ഭദ്രകാളിയേ നമഃ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് വിഷുഫലമാണ്. 2026-27 വർഷക്കാലത്തിൽ ലഭിക്കുന്ന ആ ഒരു ഗുണഫലങ്ങളെ പറ്റിയാണ്. ഏപ്രിൽ മാസം 14, മേടമാസം 1 തീയതി ആ വിഷു ദിനം മുതൽ മുന്നോട്ട് ഒരു വർഷക്കാലം എങ്ങനെയുള്ള ഫലങ്ങളാണ് കന്നിരാശിയിൽ വരുന്ന ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ ലഭിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കന്നിരാശിയിൽപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ച് അവരവരുടെ ജീവിതത്തെപ്പറ്റി വ്യക്തമായിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ജാതകപ്രകാരം നടക്കുന്ന ദശാകാലങ്ങൾ നമ്മളെ അത്രമേൽ സ്വാധീനിക്കും എന്ന് ഓരോ വ്യക്തികളും മനസ്സിലാക്കുക. ഇവിടെ നമ്മൾ പറയുന്നത് ആ വിഷുഫലത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഫലമാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ എത്രത്തോളം ആ ഫലങ്ങൾ സ്വാധീനിക്കുമെന്നുള്ളതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ആ ജാതകം പരിശോധിക്കാം. ഈ ഏപ്രിൽ 14 മേടം 1 മുതൽ ആ വിഷുഫലം നമ്മൾ പറയുമ്പോൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ ഉത്തമമായിട്ടുള്ള ഏറ്റവും സൗഭാഗ്യമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് കടന്നു പോകുന്നത്. 2026 ഏപ്രിൽ മുതൽ മുന്നോട്ട് ഒരു വർഷക്കാലം, ഏപ്രിൽ 14 മുതൽ. ഈ ഒരു സമയം ഓരോ വ്യക്തികളുടെയും ജാതകപ്രകാരം കൂടെ അത്രമേൽ ദോഷമല്ലാത്തൊരു ഗ്രഹത്തിൻ്റെ ദശ കൂടി നടന്നാൽ ലഭിക്കുന്ന ഗുണഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് വന്നു ചേരുകയും ചെയ്യും. ഇനി കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ഒരു വിഷുഫലം എങ്ങനെയായിരിക്കും അനുഭവത്തിൽ എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വർഷമായിട്ട് ഇത് മാറും. അത്രമേൽ ശുഭകരമാണ്. മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന ഒരു വർഷക്കാലഘട്ടമായിട്ടാണ് മാറുക. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങിപ്പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഇറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ആ ഈശ്വരാനുഗ്രഹം കൊണ്ട് ആഗ്രഹ സാഫല്യം ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ്. കന്നിരാശിയിൽപ്പെട്ട ഓരോ വ്യക്തികൾക്കും ആഗ്രഹങ്ങൾ വ്യത്യസ്തമായിരിക്കും. ചിലർക്ക് ആഗ്രഹിക്കുന്ന അർഹതപ്പെട്ട നല്ലൊരു ജോലി ലഭിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ ജോലിയിൽ ആഗ്രഹിക്കുന്ന നല്ല മാറ്റങ്ങൾ ലഭിക്കുന്നത് മൂലം മറ്റു ചിലരെ സംബന്ധിച്ച് നല്ല ആരോഗ്യപരമായിട്ടുള്ള മുന്നേറ്റം ആഗ്രഹിക്കുന്നവരുണ്ടാകാം. രോഗദുരിതങ്ങളിൽ നിന്ന് മുക്തി, അതുപോലെ സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങണം, ഒരു വീട് നിർമ്മിക്കണമെന്നുള്ള ആഗ്രഹം, നല്ല അനുയോജ്യമായിട്ടുള്ള വിവാഹം, ഇങ്ങനെ പല തരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. നിങ്ങളുടെ ഈ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്ന ഒരു വർഷക്കാലമാണ് മുന്നോട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. ഈ വിഷുഫലം കന്നിരാശിക്കാരെ സംബന്ധിച്ച് അത്രമേൽ അത്യുത്തമമാണ്. നല്ല ജോലി ലഭിക്കുന്ന സമയം, അങ്ങനെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു ഉയർച്ച വന്നു ചേരുന്ന ഒരു വർഷക്കാലമായിരിക്കും. കന്നിരാശിയിൽപ്പെട്ട പലർക്കും കർമ്മസംബന്ധമായിട്ട് ഏറ്റവും ഉയർച്ചയിലെത്തുന്ന ഒരു വർഷമാണിത്. പലർക്കും പുതിയ ജോലി, പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയുന്ന സമയമാണ്. വിദേശ ജോലി, വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് അനുഭവത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാലഘട്ടം. പൊതുവെ കന്നിരാശിക്കാർക്ക് ഈ ഒരു സമയം വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം, കാലതാമസം വിട്ടുമാറുക, അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. ഒരു പുനർവിവാഹത്തിന് കാത്തിരിക്കുന്ന കന്നിരാശിക്കാർക്കും ഈ വർഷക്കാലം ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒന്നാണ്. ദാമ്പത്യ കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അനാവശ്യ അഭിപ്രായ വ്യത്യാസങ്ങൾ, വാക്കുതർക്കങ്ങളൊക്കെ വിട്ടുമാറി ആ ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കുക. ഏതെങ്കിലും കാര്യകാരണങ്ങൾ കൊണ്ട് രണ്ടിടത്തായിട്ട് വേർപിരിഞ്ഞ് കഴിയുന്ന ദമ്പതികൾക്ക് ഒരുമിച്ച് മുന്നോട്ട് ജീവിച്ചു പോകുവാനുള്ള ഒരു ഈശ്വരാനുഗ്രഹം ലഭിക്കും. ദാമ്പത്യ കുടുംബജീവിതം ഉത്തമമാകും. ജീവിത പങ്കാളിയെക്കൊണ്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ പല ഗുണഫലങ്ങളും അനുഭവത്തിൽ വരുന്ന സമയം. മാനസികമായും ശാരീരികമായും സാമ്പത്തികമായിട്ടും ഒക്കെ ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് വളരെയധികം ഗുണപ്രദമേകുന്ന ഒന്നാണ്. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങൾ, ഈ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ മാതാവിൻ്റെ ആരോഗ്യമൊക്കെ നല്ല രീതിയിൽ പൂർണ്ണമായി വീണ്ടെടുക്കുന്ന ഒരു സമയവും, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് അത്രമേൽ ഈശ്വരാനുഗ്രഹങ്ങൾ, അവരിൽ നിന്ന് അതുപോലെയുള്ള സഹായങ്ങൾ, നന്മകൾ, ഗുണഫലങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ച് ആഗ്രഹ സാഫല്യം ലഭിക്കുന്ന ഒരു വർഷമാണ്. നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം അനാവശ്യമായിട്ടുള്ള പാഴ്ചിലവുകളൊക്കെ വിട്ടുമാറി ശുഭകാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കുക.
ഈ വർഷം വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന ഒരു സമയവുമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ഗൃഹനിർമ്മാണത്തിന് ഇറങ്ങി തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാത്ത വ്യക്തികളുണ്ടെങ്കിൽ ഈ ഒരു വർഷക്കാലം അതൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും. ചെറുതാണെങ്കിലും നിങ്ങൾക്കൊരു സമ്പാദ്യമുണ്ടാകും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഒരുപാട് വർഷക്കാലത്തെ പരിശ്രമങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ വിജയത്തിലെത്തുന്ന സമയമാണ്. കന്നിരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഈ ഒരു മാറ്റം ഈ വർഷം വിഷു മുതൽ മുന്നോട്ട് കാണുവാൻ സാധിക്കുന്നതാണ്. അത്രമേൽ സമയം കാലം നിങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ച് അനുകൂലമാണ്. ഉത്രം അത്തം ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നിങ്ങൾ ചെയ്യുന്ന ജോലി തൊഴിൽ സംബന്ധിച്ചിട്ടുള്ള മുന്നേറ്റവും ആരോഗ്യപരമായ മുന്നേറ്റവും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ചയും ദാമ്പത്യം വിവാഹം ഈ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഗുണഫലങ്ങൾ നന്മകൾ കാണുവാൻ സാധിക്കും. ഈ ഒരു വർഷക്കാലം കന്നിരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അത്രമേൽ ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ഒരു 10% പരിശ്രമിച്ചാൽ 100% ഈശ്വരൻ ഫലം നൽകുന്ന ഒരു സമയമാണ്, ഒരു വർഷക്കാലമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നത്. അതുകൊണ്ട് ധൈര്യമായി മുന്നോട്ട് പോകാം. അത്രമേൽ വലിയ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. പാർട്ട്ണർഷിപ്പിൽ ഒരു ബിസിനസ്സൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗമൊക്കെ തെളിയുന്ന കാലഘട്ടമാണ്. ജോലി സംബന്ധമായിട്ട് ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ നല്ല ഉയർച്ചകൾ ലഭിക്കും. അതിനുവേണ്ട പരിശ്രമങ്ങൾ നിങ്ങൾക്ക് നടത്താം. അത്രമേൽ കന്നിരാശിക്കാർക്ക് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ഒരു വിഷു വർഷക്കാലമാണ് മുന്നോട്ട് വരുന്നത്. ഇതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. ആദ്യം പറഞ്ഞ പ്രകാരം അവരവരുടെ വ്യക്തിപരമായ ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാം. ആദിപരാശക്തിയായ അമ്മയുടെ അനുഗ്രഹത്താൽ കന്നിരാശിയിൽ വരുന്ന നക്ഷത്രത്തിൽ ജനിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഈ ഒരു വർഷക്കാലം ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കന്നിരാശിയിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നൽകുന്ന ഒരു വർഷക്കാലമായിട്ട് ഇത് മാറും. അത്രമേൽ നിങ്ങൾക്കും ഇത് നേട്ടങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ നൽകുന്ന ഒരു വർഷക്കാലമാണ്. നന്ദി.